കണ്ടിട്ട് കുറെ ദിവസങ്ങളായല്ലോ. എന്തൊക്കെയുണ്ട്? ഓ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് വേണം, എനിക്ക് ഒരെണ്ണം വേണം. എനിക്കൂടെ. കരയണ്ട, എന്നാ പിടിച്ചോ. ഈ ഫ്രൂട്ട്സ് സൺസിറ്റിയിലുള്ളതാണോ? അല്ലല്ല, അല്ല അത് പിന്നെ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അതൊന്നും കേൾക്കണ്ട, എനിക്ക് വേണ്ട. കേൾക്കൂ. ഹലോ മിസ്റ്റർ, അവിടെ നിൽക്കൂ. പച്ചക്കറി വേണോ? പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി. പച്ചക്കറി വാങ്ങൂ, പച്ചക്കറി, ഫ്രഷായ പച്ചക്കറികൾ. പറയൂ പറയൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ. ചേട്ടാ, ഇയാളിതെന്താ ഈ പറയുന്നത്? അല്ല, ഇവൻ ആരാ? പറയേ, പറഞ്ഞുകൊണ്ടിരിക്കേ. പച്ചക്കറി വാങ്ങിച്ചോ, പച്ചക്കറി, ഫ്രഷായ പച്ചക്കറി എന്റെ അടുത്തുണ്ട്. ഫ്രഷ് പച്ചക്കറി. നല്ലവണ്ണം ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കേ. നിന്റെ സൗണ്ട് ആൻഡ് വോയിസ് ഇപ്പൊ എന്റെ ഒപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഒരല്പം സമയം കൂടി മാത്രം മതി. എന്താണ് ഇതൊക്കെ? എന്താണ് ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. പച്ചക്കറി വാങ്ങോ, പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി വേണോ? പറഞ്ഞുകൊണ്ടിരിക്കേ. എന്റെ ഉള്ളിൽ വന്ന് സ്റ്റോർ ആവട്ടെ. അല്ല ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ചേടാ, അപ്പൊ അവിടെ എന്താ പറ്റിയത്? ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ആ പച്ചക്കറി വിൽക്കുന്നവന്റെ വോയിസിന് പെട്ടെന്ന് എന്താ പറ്റിയത്? നിന്റെ വോയിസ് ആരോ തട്ടിപ്പറിച്ചത്. പറഞ്ഞുകൊണ്ടേയിരിക്കൂ. എല്ലാവരുടെ വോയിസും എന്റെ ഉള്ളിൽ സ്റ്റോർ ആവട്ടെ. ചേടാ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് നിരന്തരമായി ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. പറഞ്ഞുകൊണ്ടിരിക്കേ. സംസാരിക്കേ, പറഞ്ഞുകൊണ്ടിരിക്കേ. ഇയാളൊരു അപകടം പിടിച്ച ആളാണെന്നാ തോന്നുന്നത്. രുദ്രയോട് ഈ കാര്യം പറഞ്ഞാ പറ്റൂ. എന്റെ അമ്മേ, മാറി നിൽക്ക, അവിടുന്ന് മാറി നിൽക്ക. രുദ്ര, ദേ അവനാണ് മജീഷ്യൻ. പറഞ്ഞുകൊണ്ടിരിക്കേ. അങ്കിളോ, ജനങ്ങളെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശല്യപ്പെടുത്തുന്നത്? എന്റെ പേര് മജീഷ്യൻ സൗണ്ട് മാസ്റ്റർ എന്നാണ്. ഞാൻ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ അവരുടെ വോയിസ് ഞാൻ എന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എന്തുമാത്രം വോയിസ് എനിക്ക് കിട്ടുന്നുവോ അത്രക്കധികം എനിക്ക് പവേഴ്സ് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിൽക്കുന്ന ഞാൻ ഒരു പ്രാവശ്യം ശബ്ദിച്ചാൽ അപ്പോൾ ഈ കാണുന്ന ടോട്ടൽ സിറ്റിയും തകർന്ന് തരിപ്പണമാകും. എന്ന് വെച്ച് ഇപ്പോഴുള്ള എന്റെ വോയിസിൽ ഒരു കുറവും കുഴപ്പവുമില്ല. സൗണ്ട് ഇല്ലെങ്കിൽ ബുൾഡോസർ ആയി പോകും. ഞാനിത് വിശ്വസിക്കില്ല. You don't believe? No. എന്നാ ഇപ്പൊ കണ്ടോ. 1 3 അത് ആ സ്ഥലത്ത് നിന്ന് അനങ്ങിട്ട് പോലും ഇല്ല. എന്ത് പറ്റി സർബോളിയാക്ക? ചേട്ടാ, അതങ്ങ് വീട് പോയല്ലോ. എന്റെ വോയിസിന്റെ പവർ എന്താന്ന് കണ്ടില്ലേ? ഞാനൊന്ന് അലറിയാൽ മതി, എല്ലാം തകർന്ന് തരിപ്പണമാകും. ആലോചിച്ചോ, നിർത്താതെ ഞാൻ തുടർന്ന് അലറി വിളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് പവർ ഒരുപാടുണ്ട്. ഞാൻ രുദ്രയാണ്. നിങ്ങൾ സൺസിറ്റിയെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ റിക്വസ്റ്റ്, നിങ്ങൾ വേഗം ഇവിടുന്ന് പോണം. പോകാനോ? ഒന്നും തകർത്ത് തരിപ്പണമാക്കാതെ ഞാൻ പോകാനോ?
സൺ സിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും വളരെ പണക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും രഹസ്യമായി സംസാരിക്കില്ല. ഫുൾ വോളിയൂമിലായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ കോച്ച് ചെക്ക. മജിഷ്യൻ സോർ പോലെ രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. ഇവൻ ഇതെന്താ ചെയ്യുന്നേ? ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എവിടെയാ? എവിടെ പോയി? എന്ത് പറ്റി രുദ്ര? എനിക്ക് നിങ്ങൾ എല്ലാവരുടെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ദയവ് ഇതിനെ വിശ്വസിക്കൂ. ഞാൻ വേഗം തിരിച്ചു വരാം. ഹലോ അലസ സർ. സർ ഇപ്പൊ ബിസിയാണോ? രുദ്രയോ? ലൈബ്രറിയിൽ പുതിയ ബുക്സ് വന്നിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്യുകയായിരുന്നു. ബുക്സ് ലവേഴ്സ് വന്നാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല. പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അലസ സർ, സൺസെറ്റിൽ ഒരു പുതിയ മജിഷ്യൻ വന്നിരിക്കുക. പേര് സോർ ബോലെ. പലരുടെ വോയിസ് തന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊരു സൊല്യൂഷൻ തേടി വന്നതാണ് ഞാൻ. മജീഷ്യൻ സോർ ബോലെയോ? ആ ബുക്ക് എവിടെയാ വെച്ചത്? ആ, കിട്ടിപ്പോയി. ഇനി നമ്മുടെ പ്രശ്നം എല്ലാം തീരും. വേഗം ഈ ബുക്ക് ഒന്ന് തുറക്ക്. എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. അത് ബുക്കാണോ അതോ മാജിക് ഗോഡൌൺ ആണോ? എത്ര ഭയങ്കരമായിട്ട് അവൻ നിലവിളിക്കുന്നത്. പക്ഷെ അവനൊരു കാര്യം അറിയില്ല. എന്റെ ഒരു മുടി പോലും മാർക്ക് അനക്കാൻ പോലും പറ്റില്ല. മുടി അനങ്ങിയിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ ഡ്രസ് മുഴുവൻ കാറ്റിൽ പറന്നുപോയത് കണ്ടില്ലേ? എന്റെ ഡ്രസ് രുദ്ര. ശബ്ദങ്ങൾ കൊണ്ട് നിലവിളിക്കുമ്പോൾ ആർക്കും അത് പിടിക്കാനാവില്ല. മിണ്ടാതിരിക്കാൻ ആർക്കറിയാമോ? അവർക്ക് മാത്രമേ ഇവനെ ജയിക്കാൻ കഴിയൂ. അത് മാത്രമാണ് ഒരേ ഒരു വഴി. അതായത് അവന്റെ ശബ്ദം വെച്ച് തന്നെ അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അതിന് ആദ്യം അത് ചെയ്യാൻ പഠിക്കണം. രുദ്ര, ഇതൊക്കെ വായിച്ചിട്ട് എന്ത് നടക്കാനാ? ആ സോർ പോലെ അവൻ ഒരുപാട് വോയിസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും. സോർ പോലെ തേടി കണ്ടെത്താനും ഒരു വഴിയുണ്ട്. താങ്ക് യു അലാസ സർ. നീ എന്തിനാ പെട്ടെന്ന് നിന്നത് രുദ്ര? ഐഡിയ. മജിഷ്യൻ സോർ ബോലെക്ക് നിലവിളിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ 4 പേരുടെ ഇമേജസ് ശബ്ദം ഉണ്ടാക്കി അവനെ ഇവിടേക്ക് കൊണ്ടുവരും. ഓക്കേ, ഡൺ. Ibaiska Dragon Flyer Fiero! Small size creature.
മജിഷ്യൻ സോർബോലെ, നീ എവിടെ പതുങ്ങിയിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി വാ, പുറത്തിറങ്ങി വാ. പതുങ്ങിയിരിക്കാതെ പുറത്തിറങ്ങി വാടാ പേടിത്തൊണ്ട. ശബ്ദമുണ്ടാക്കി നിലവിളിക്കാൻ നിനക്ക് മാത്രമേ അറിയൂ. നീ ഇവിടെ തന്നെ ഉണ്ടോ അതോ പാതാളത്തിലെങ്ങാനും പതുങ്ങിയിരിക്കുകയാണോ? ഞങ്ങൾ നിന്നെ തെരഞ്ഞു കണ്ടെത്താതെ വിടില്ല, 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 വിടില്ല.